നെഹ്റുവും ഇന്ദിരയും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും മോശം പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് മൻമോഹൻ സിംഗ് എന്നാണ്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് നമ്പേഴ്സ് നോക്കിയോ, പുവർ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയോ, പുറത്തു വന്ന അഴിമതി കേസുകൾ നോക്കിയോ, ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി വീക്കായതുകൊണ്ടോ, വഖഫ് ആക്ട് അമെൻമെന്റ് ചെയ്തതുകൊണ്ടോ അല്ല ഈ പറയുന്നത്. ഭരണാധികാരിയായിരുന്ന 10 വർഷവും ഒരു റബ്ബർ സ്റ്റാമ്പായി കീ കൊടുത്ത പാവയെ പോലെ പ്രവർത്തിച്ച വ്യക്തിയാണ് മൻമോഹൻ. ഭരണകാലത്ത് സ്വന്തം ഓഫീസിനെ ദുർബലപ്പെടുത്തുന്ന വ്യക്തി ആരോ അയാളായിരിക്കും ഏറ്റവും മോശം ഭരണാധികാരി. എങ്ങനെയാണ് മൻമോഹന്റെ കാലത്ത് PMO വീക്കായത് എന്നതിന് ഉത്തരമാണ് 2004 സോണിയാഗാന്ധി ഉണ്ടാക്കിയ നാഷണൽ അഡ്വൈസറി കൗൺസിൽ. 2004 ലോക്സഭാ ഇലക്ഷന് കോൺഗ്രസിനെ നയിച്ചത് സോണിയയാണ്. മൻമോഹന്റെ പേര് പ്രചാരണ സമയത്ത് കേട്ടിട്ടേയില്ല. കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന ടീമിലെ അംഗം എന്നത് മാത്രമായിരുന്നു ഇലക്ഷന് മൻമോഹൻ സിംഗിന്റെ കോൺട്രിബ്യൂഷൻ. ഇലക്ഷന് BJP പരാജയപ്പെടുകയും UPA ഭരണം പിടിക്കുകയും ചെയ്തു. അങ്ങനെ സോണിയാഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചപ്പോഴാണ് BJP ദേശീയത ഉയർത്തി അതിനെ എതിർക്കുന്നത്. BJPക്ക് ഒരു രാഷ്ട്രീയ ആയുധം കൊടുക്കാതിരിക്കാൻ വേണ്ടി സോണിയ അവസാന നിമിഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നൊഴിഞ്ഞ് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി. രാജ്യം ഭരിക്കാൻ പ്രധാനമന്ത്രിയാകേണ്ട കാര്യമില്ല എന്ന് സോണിയ തെളിയിച്ച 10 വർഷങ്ങളാണ് ശേഷം ഇന്ത്യ കണ്ടത്. UPA സർക്കാർ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ സോണിയ ചെയ്ത കാര്യം ദേശീയ ഉപദേശക സമിതി NAC എന്നൊരു തട്ടിക്കൂട്ട് സംഭവം ഉണ്ടാക്കി എന്നതാണ്. കുറച്ച് ആക്ടിവിസ്റ്റുകളും വിദഗ്ധരും കൂടിയൊരു ടീം, അതിന്റെ തലപ്പത്ത് സോണിയ. ഇതായിരുന്നു NAC. ഭരണത്തിൽ നേരിട്ട് ഇടപെടില്ല, PM ഓഫീസിന് പോളിസി മേക്കിങ്ങിൽ അഡ്വൈസ് നൽകുന്ന ടീമാണെന്നൊക്കെയാണ് പുറമേ പറഞ്ഞതെങ്കിലും ഈ NAC വെച്ച് സോണിയാഗാന്ധി PMOയെ ബൈപ്പാസ് ചെയ്തു. ഗവൺമെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഫൈനൽ വേർഡ് സോണിയയായി മാറി. ഇത് എളുപ്പം മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു തരാം. നിലവിൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ഖാർഗെയാണല്ലോ. ഹൈക്കമാൻഡ് ഖാർഗെ ആണെങ്കിൽ പോലും പാർട്ടി ഭരണവും തീരുമാനങ്ങളും നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു 2004-2014 സമയത്തെ കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിലും സംഭവിച്ചത്. പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഉണ്ടെങ്കിലും സോണിയാഗാന്ധി സൂപ്പർ PM ആയി ഭരിക്കുന്ന കാഴ്ച. PM ഓഫീസിന് കാര്യമായ പവറില്ലാതെ വന്നതോടെയാണ് കേന്ദ്രമന്ത്രിസഭ ഒരു അഴിമതി കൂടാരമായി മാറിയത്. ഘടകകക്ഷികളുടെ മന്ത്രിമാർക്ക് പോലും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പേടിയില്ലാതായി. ഇത്രയും നാണം കെട്ടൊരു പ്രധാനമന്ത്രി പോലും ഇന്ത്യ ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി ഭരണവീഴ്ചകൾക്കെല്ലാം തന്നെയും എന്തെങ്കിലും ന്യായീകരണം കൊണ്ടുവന്നാലും ഈ NAC എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു ന്യായീകരണം ഉണ്ടാകില്ല. സോണിയയുടെ ഭരണമോഹം കാരണം അവരുടെ പാവാട ചരടിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് ഇയാൾ. അത്തരമൊരു മൻമോഹൻ സിംഗിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയോട് ചെയ്യുന്ന ദ്രോഹമാണ്. അതിൽ കുറഞ്ഞതൊന്നും തന്നെയില്ല.